നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വിവിധ വിദേശ രാജ്യങ്ങളിൽ ഒളിവിലായിരുന്ന നിരവധി പിടികിട്ടാപ്പുള്ളികളെ അടുത്തിടെ ഇന്ത്യയിൽ എത്തിച്ചിട്ടുണ്ട്. അന്താരാഷ്ട്ര തലത്തിലുള്ള കുറ്റവാളി കൈമാറ്റ കരാറുകൾ, CBI, ഇന്റർപോൾ എന്നിവയുടെ ശക്തമായ ഇടപെടലുകളാണ് ഇതിന് വഴിയൊരുക്കിയത്. ഗുരുതരമായ കുറ്റകൃത്യങ്ങളിൽ പ്രതികളായ പിടികിട്ടാപ്പുള്ളികളെ വിദേശത്തു നിന്ന് ഇന്ത്യയിൽ എത്തിച്ച് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനുള്ള നടപടികൾ ശക്തമാക്കിയിരിക്കുകയാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ. കഴിഞ്ഞ 8 മാസത്തിനിടെ 51 പിടികിട്ടാപ്പുള്ളികളെയാണ് വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിൽ എത്തിച്ചത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം 2026 ജാനുവരി മുതൽ ജൂലൈ 45 വരെയും ഓഗസ്റ്റ് 1 മുതൽ 18 വരെയും 6 പേരെയാണ് ഇന്ത്യയിൽ എത്തിച്ചത്. 36 രാജ്യങ്ങളിൽ നിന്നാണ് മൊത്തത്തിൽ 274 പേർ ഇത്തരത്തിൽ ഇന്ത്യയിൽ എത്തിയിരിക്കുന്നത്. 2019 മുതൽ 2026 ജൂലൈ വരെ 36 രാജ്യങ്ങളിൽ നിന്നായി 274 പിടികിട്ടാപ്പുള്ളികളെയാണ് ഇന്ത്യയിൽ എത്തിച്ചതായി ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കണക്ക്. ഭീകരവാദം, സംഘടിത കുറ്റകൃത്യങ്ങൾ, ലഹരിക്കടത്ത്, സാമ്പത്തിക തട്ടിപ്പ്, കൊലപാതകം, ബലാത്സംഗം, പോക്സോ തുടങ്ങിയ കേസുകളിൽ പ്രതികളായവരാണ് ഇതിൽ ഉൾപ്പെടുന്നത്. 2025 ഏറ്റവും കൂടുതൽ പേരെ തിരിച്ചെത്തിച്ചത്. 70 പിടികിട്ടാപ്പുള്ളികളെയാണ് കഴിഞ്ഞ വർഷം ഇന്ത്യയിൽ എത്തിച്ചത്. 2024 43 പേരെയും, 2023 37 പേരെയും, 2022 40 പേരെയും, 2021 23 പേരെയും, 2020 7 പേരെയും, 2019 9 പേരെയും തിരിച്ചെത്തിച്ചിട്ടുണ്ട്. ബംബിഹ ഗ്യാങ്ങുമായി ബന്ധമുള്ള 3 പേരും പിടിയിലായിട്ടുണ്ട്. ഓഗസ്റ്റ് 18 മലേഷ്യയിൽ നിന്ന് 3 കൊടും കുറ്റവാളികളെയാണ് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത്. ബംബിഹ ഗ്യാങ്ങിൽപ്പെട്ട ജസ്പ്രീത് സിംഗ് എന്ന ജസ്, ബഹബൽ എന്ന ഗോറ, അജയ് സിംഗ് എന്ന അജയ് മലേഷ്യ, പവൻദീപ് സിംഗ് എന്നിവരാണത്. പഞ്ചാബിലും രാജസ്ഥാനിലുമായി UAPA, ഇന്ത്യൻ ശിക്ഷാ നിയമം, ഭാരതീയ ന്യായ സംഹിത, NDPS നിയമം തുടങ്ങിയ വിവിധ വകുപ്പുകൾ പ്രകാരം ഇവർക്കെതിരെ കേസുകളുണ്ട്. സാമ്പത്തിക തട്ടിപ്പ്, കൊലപാതകം, തീവ്രവാദ കേസ് പ്രതികളെ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ എത്തിച്ചത് ദുബായിൽ നിന്നാണ്. വൻകിട ബാങ്ക് വായ്പ തട്ടിപ്പ് നടത്തി മുങ്ങിയ വിജയ് മല്യ, നീരവ് മോദി തുടങ്ങിയവരെ വിട്ടുകിട്ടാനുള്ള നിയമ നടപടികൾ UK-യിലും അവസാന ഘട്ടത്തിലാണ്. ഇനി സൗദി അറേബ്യയിൽ ഭീകരവാദ പ്രവർത്തനങ്ങൾക്കും സ്വർണ്ണക്കടത്തിനും സഹായം നൽകിയ മലയാളി പ്രതികളെ അടക്കം ഇവിടെ നിന്ന് നാട്ടിലെത്തിച്ചിട്ടുണ്ട്. റെഡ് കോർണർ നോട്ടീസ്, അതായത് ഇന്റർപോൾ വഴി പ്രതികൾക്കെതിരെ അന്താരാഷ്ട്ര ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുന്ന, പിന്നെ ഓപ്പറേഷൻ തൃശൂൽ, CBI ഒളിവിലുള്ള കുറ്റവാളികളെ കണ്ടെത്താൻ നടത്തുന്ന പ്രത്യേക ദൗത്യം. യൂണിയൻ ഹോം മിനിസ്ട്രി വിദേശകാര്യ മന്ത്രാലയവുമായി ചേർന്ന് നയതന്ത്ര തലത്തിൽ സമ്മർദ്ദം ചെലുത്തുന്നു. വിദേശത്തേക്ക് കടന്ന കൊലക്കേസ് പ്രതികളെയും വൻകിട സാമ്പത്തിക തട്ടിപ്പുകാരെയും കേരള പോലീസിന്റെയും ആവശ്യപ്രകാരം UAE-യിൽ നിന്ന് കൊച്ചിയിലും തിരുവനന്തപുരത്തും എത്തിച്ച് അറസ്റ്റും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇവിടെ വലിയ കുറ്റകൃത്യങ്ങൾ ചെയ്ത് വിദേശ രാജ്യങ്ങളിൽ പോയി സുഖിച്ച് ജീവിച്ച് ഏതെങ്കിലും കാലത്ത് തിരിച്ചു വരാമെന്ന് കരുതി കഴിഞ്ഞാൽ അവിടെ തെറ്റിയിട്ടുണ്ട്. കാരണം കേന്ദ്രം വലിയ രീതിയിൽ തന്നെ പിടികിട്ടാപ്പുള്ളികളെയൊക്കെ തന്നെ വിദേശത്ത് നിന്ന് നമ്മുടെ രാജ്യത്ത് എത്തിച്ച് ഇവർക്ക് ഇവിടത്തെ നിയമപ്രകാരം ശിക്ഷാ നടപടികൾ നടത്താനുള്ള നീക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് നൂറുകണക്കിന് പ്രതികൾ ഇത്തരത്തിൽ ഇന്ത്യയിൽ എത്തിച്ചിരിക്കുന്നത്. ഇനിയും ശ്രമം തുടരുകയാണ്.